എന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ആനന്ദ തെളിനീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദ തെളിനീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. കോശലേ നായകാനിൻ തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ന്മാർക്കും അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്ന അല്പം നിമിഷം ധ്യാനിപ്പാൻ 35-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് ആമേൻ വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതേണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുന്നത്. ഈ സങ്കീർത്തനം മുഴുവനും പ്രാർത്ഥനയാണ്. ഓരോ വാക്യത്തിനകത്തും തൻ്റെ ആമേൻ സ്തോത്രം അന്നനാളം പൊട്ടിയുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയും അപേക്ഷയുമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരോടും അഭിഷിക്തമാരോടും കുഞ്ഞുങ്ങളോടും ഇന്ന് പകൽക്കാലം ഈ ചൊവ്വാഴ്ച ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? എന്നോട് വാദിക്കുന്നവനോട് വാദിക്കണമേ. ദൈവപൈതലേ, എത്ര പേർ നിനക്ക് ചുറ്റും നിന്ന് വാദിച്ചാലും, നിനക്ക് ചുറ്റും നിന്ന് ആമേൻ നിന്നെ പരിഹസിച്ചാലും, നിന്നെ മാറ്റി നിർത്തിയാലും, ഹല്ലേലൂയ, നിനക്കൊന്നിനും കെപ്പില്ലാത്തവൻ എന്ന് പറഞ്ഞാലും നീ ഭാരപ്പെടണ്ട. നീ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആർക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. പ്രസ്തുത നീ ആരെ പൈതലെന്നറിയാമോ? യേശുവിൻ്റെ പൈതലായതുകൊണ്ട് നിന്നെ ആർക്കും തകർക്കാൻ കഴിയാത്തത്. സ്തോത്രം. ദാവീദിൻ്റെ മുമ്പിൽ ആമേൻ ഗോലിയാത്ത് പാഞ്ഞടുത്തപ്പോഴും ദാവീദിന് പറയാനുണ്ട്, കർത്താവേ, ഞാൻ വരുന്നത് നിന്റെ നാമത്തിലാണ് ഞാൻ പോകുന്നത്. സ്തോത്രം. നിന്റെ നാമത്തിലാണെന്ന് പകൽക്കാലം ഞാൻ നിൽക്കുന്നത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ അധികാരി നീയാ, പൂർണ്ണ ഉത്തരവാദി നീയാ. ആമേൻ. എനിക്കറിയാം എൻ്റെ കൂടെ നീ ഉണ്ട് എന്നെനിക്കറിയാം എന്ന് ഉറപ്പിച്ച് ദാവീദ് നിൽക്കുകയാണ്. ദൈവപൈതലെ, പലപ്പോഴും ഒരു ദൈവപൈതൽ ആഗ്രഹിക്കുന്നത് കിട്ടാതിരിക്കുമ്പോൾ എന്നാൽ ആ ആഗ്രഹത്തെ നിറവേറ്റി തരുന്നത് നമ്മുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദാവീദ് നല്ലോണം അറിയാം. എൻ്റെ കയ്യിൽ മറ്റൊന്നുമില്ല, അതേ ഈ തോട്ടിൽ നിന്നെടുത്ത 5 കല്ലല്ലാതെ വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല, ഒരു കവണയും ഉണ്ട്. ഇതേ എനിക്കറിയാവൂ. വല്ല വാൾപ്പയറ്റൊന്നും എനിക്കറിയില്ല, പടച്ചട്ട എനിക്കറിയത്തില്ല എന്താണെന്ന്. മറ്റ് കുന്തമോ പരിചയോ അതൊന്നും എനിക്ക് പിടിക്കാൻ അറിയത്തില്ല. പക്ഷേ എനിക്കൊന്നറിയാം, എനിക്ക് ഈ കവണ അറിയാം. കല്ലും എൻ്റെ പൊക്കണത്തിൽ കിടപ്പുണ്ട്. എനിക്കിതേ അറിയത്തുള്ളൂ. പക്ഷേ എനിക്ക് നിന്നോട് പറയേണ്ട ഒരു കാര്യം, അപ്പാ സ്തോത്രം, എൻ്റെ തലയിൽ നീ അഭിഷേകം ചെയ്തത് മറ്റാരുമല്ല, നീയാണ് എൻ്റെ തല അഭിഷേകം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ചില പോരുകൾ വരുമ്പോൾ അത് എനിക്ക് മറ്റാരോടും പറയാൻ പറ്റില്ല. എൻ്റെ അപ്പനോട് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം വൈരാഗ്യമായി. എൻ്റെ സഹോദരനോട് പറയാൻ പറ്റില്ല, അവരുടെ മുമ്പിൽ വെച്ച് എന്നെ അഭിഷേകം ചെയ്തതുകൊണ്ട് അവരെനിക്ക് നേരെ തിരിഞ്ഞു. എൻ്റെ അമ്മയോട് പറയാൻ പറ്റില്ല, കാരണം അമ്മ എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിച്ചു. എന്നാൽ ഞാൻ ഈ കസരയിലേക്ക് വരുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ അമ്മയും എന്നോട് പിണക്കോ. അപ്പോൾ എനിക്ക് പറയാൻ അമ്മയില്ല, എനിക്ക് അപ്പനില്ല, എന്നാൽ എല്ലാവരും ഉണ്ട് അല്ലേ? ദൈവപൈതലേ, എല്ലാവർക്കും ഉണ്ടല്ലേ? പക്ഷെ ഒന്നും പറയാൻ ആരുമില്ല അല്ലേ? നിനക്കൊരു ആവശ്യം വരുമ്പോൾ. ഹല്ലേലൂയ അല്ലേ? എന്തൊക്കെയോ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ കേൾക്കാൻ ആരുമില്ല. സ്തോത്രം. അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് ആത്മാവ് എന്നോട് പറയുന്നത്. ആരൊക്കെയോ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെല്ലാം പറയണമെന്നുണ്ട്, പക്ഷെ കേൾക്കാൻ ആരുമില്ല. എത്രത്തോളം പ്രജകളോട് പറയും? രാജാവല്ലേ, കുറവുകൾ പറയാൻ പറ്റുമോ? വന്ന വഴികൾ അങ്ങനെ പറയാൻ പറ്റുമോ? എപ്പോഴും പറയാൻ പറ്റില്ല. എല്ലാവരോടും പറയാൻ പറ്റില്ല. പക്ഷെ അപ്പനോട് പറയാം, അമ്മയോട് പറയാം. അപ്പനോട് പറയുമ്പോൾ ചിലപ്പോൾ അപ്പൻ കസർത്തുവെങ്കിലും അമ്മയോട് പറഞ്ഞാൽ പ്രശ്നമല്ല. പക്ഷെ അമ്മ പോലും ദാവീദിൻ്റെ വാക്ക് കേൾക്കാൻ നിൽക്കുന്നില്ല.
അപ്പോൾ അവന് ഭാര്യയോട് പറയാൻ പറ്റുമോ? ഭാര്യ അതിനേക്കാളും ബുദ്ധിമുട്ടാ, അവരോടും പറയാൻ പറ്റും. പിന്നെ ആരോട് പറയും? ദാവീദ് വളരെ പ്രതിസന്ധിയിലായി. ഓരോ വാക്കുകൾക്കും ദാവീദ് ഒന്ന് പറയാൻ, ആരോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും? ഇന്നും നിങ്ങൾ ഭാരപ്പെടുകയാണോ? നിങ്ങളുടെ കാര്യം കേൾക്കാൻ ആരുമില്ല, നിങ്ങളുടെ വാക്ക് കേൾക്കാൻ ആരുമില്ലാതിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? എന്നാൽ പരിശുദ്ധാത്മാവിൽ ദൂത് പറയാം, നിങ്ങളെപ്പോൾ പറഞ്ഞാലും ഏത് വിഷയം പറഞ്ഞാലും ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ കർത്താവ് നിങ്ങളുടെ അടുത്ത് വന്ന് കേൾക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാം കേൾക്കുന്നത് വരെ അദ്ദേഹം ശാന്തമായി നിങ്ങളുടെ നടുവിൽ അദ്ദേഹം എല്ലാം കേൾക്കും. മനുഷ്യൻ മാത്രമാണ് കേൾക്കുന്നതെല്ലാം കുറ്റം പറയുന്നത്. പക്ഷെ നിന്റെ വിഷയം കേൾക്കാൻ ആരുമില്ല, നിനക്ക് ആരോടും പറയാനും പറ്റില്ല. പറഞ്ഞാൽ നിന്നെ അവർ തരം താഴ്ത്തും. ആമേൻ. അപ്പൊ തരം താഴ്ത്തുന്നവരുടെ നടുവിലാണ് നീ ആയിരിക്കുന്നത് ദൈവത്തിന് അറിയാം. പക്ഷെ ഇന്ന് പകൽ ഈ ചൊവ്വാഴ്ച ആരോടൊക്കെ ദൈവാത്മാവ് ആലോചനയായിട്ട് ദൂതായിട്ട് പറയുന്നു, എന്നെ കേൾക്കുന്ന അഭിഷത്തിനെ പറ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കർത്താവേ, നിനക്കറിയാമല്ലോ. ഞാൻ കാട്ടിൽ ആട് മേയ്ക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ വീട്ടിൽ അങ്ങ് വന്നപ്പോൾ കാട്ടിലായിരുന്നു എന്നെ ആള് അയച്ചെന്നെ വിളിപ്പിച്ചു. ആ മുഷിഞ്ഞ വനാന്തരത്തിൽ ഞാൻ മുഷിഞ്ഞവനായിരുന്ന ആ മുഷിഞ്ഞ വസ്ത്രത്തോടെ ഞാൻ വന്നു, നിന്റെ മുൻപിൽ വന്നു നിന്നു. ആമേൻ. എൻ്റെ സഹോദരങ്ങളും അമ്മയും അപ്പനും എല്ലാം മൂക്ക് പൊത്തിപ്പിടിച്ചപ്പോൾ, കാരണം നാളുകളായി ഞാൻ വസ്ത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് നല്ല ഒന്ന് കുളിക്കാനോ ഒന്ന് വസ്ത്രം ചേഞ്ച് ചെയ്യാനോ അവൻ കഴിയാതെ ഞാനിങ്ങനെ വനാന്തരത്തിലായിരുന്നു. നിനക്ക് അറിയാമല്ലോ കർത്താവേ. പക്ഷേ നീ എന്നെ സ്വീകരിച്ച് നിന്റെ രാജ സന്നിധി എന്നെ ഏൽപ്പിച്ചു. ആമേൻ. ഞാൻ അതിന് തൃപ്തനാണ്. ഞാൻ അതിന് ആമേൻ യോഗ്യനല്ല ഇരുന്നപ്പോൾ നീ എന്നെ യോഗ്യനാക്കി തീർത്തു. ആമേൻ. ഞാൻ സന്തോഷവാനാണ്. പക്ഷേ എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്, കേൾക്കാൻ ആരുമില്ലപ്പാ. എന്നാൽ ഞാൻ നിന്നോട് പറയുക, യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. എനിക്ക് നിന്നോടേ പറയാനുള്ളൂ, കാരണം നീ എന്നെ അഭിഷേകം ചെയ്തു. എനിക്ക് നിന്നോട് ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയാൻ തയ്യാറാകുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്നോട്, ദൈവമേ നിന്നോട് ഞാൻ പറയുന്നു, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. അമ്മായി പോരുകൾ, അമ്മാവൻ പോരുകൾ, ആമേൻ, അയൽവക്കത്തെ പോരുകൾ, സഭയിലെ പോരുകൾ, ഇതെല്ലാം എന്നോട് പോരാടി നിൽക്കുക, വിടില്ല. നിന്നെ ജീവിക്കാൻ വിടാതെ പോരാടി നിൽക്കുന്ന, സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അതിന് ഉള്ള പഴികൾ, ദൂഷികൾ, വേദനകൾ, വീടില്ലെന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ള ഒരു പോരാട്ടം, അതിനോടെല്ലാം നീ വാദിക്കണം. എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ നീ വാദിക്കണം? ഇന്ന് പകലിൽ നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 25-ാമത്തെ വാക്യം, യെശയ്യാവ് 42:13. ഹല്ലേലൂയ. വിളിച്ചു പറയുന്നു, എന്നോട് പൊരുതുന്നവരോട് നീ പൊരുതണമേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പകൽവേളയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.